നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വോട്ടർ ID കാർഡ് അതുപോലെ തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വോട്ടർ ID കാർഡുള്ള മുഴുവൻ ആളുകളും വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വോട്ടർ ID കാർഡ് അതുപോലെ തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ നമ്മളെ അറിയിക്കുകയാണ്. 2 മാസമാണ് അതിൻ്റെ കാലാവധി ഇപ്പോൾ തന്നിട്ടുള്ളത്. അതിനുമുമ്പായി തന്നെ നിലവിൽ വോട്ടർ ID കാർഡുള്ള മുഴുവൻ ആളുകളും നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ, ഓരോ ഇലക്ഷൻ ബൂത്തിലും ഒരു ഓഫീസർമാരുണ്ടാകും. BLOമാർ എന്നറിയപ്പെടുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന നമുക്കത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പഴയ രൂപത്തിലുള്ള ലാമിനേഷൻ ചെയ്ത വോട്ടർ ID കാർഡാണെങ്കിലും ശരി, അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കാർഡായാലും ശരി, ആധാർ കാർഡുമായി നിർബന്ധമായി ലിങ്ക് ചെയ്യണം. എന്നാൽ ഇപ്പോൾ പുതിയ ഒരു 5 വർഷത്തിന് ശേഷം എടുത്ത ആളുകളാണെങ്കിൽ അത് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അവർ ഓൾറെഡി ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ വോട്ടർ ID കാർഡ് എടുത്തത്. അല്ലാതെ പഴയ വോട്ടർ ID കാർഡ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ചെയ്യണം. അല്ലാത്ത പക്ഷം താൽക്കാലികമായി അവരുടെ വോട്ടർ ID കാർഡ് റദ്ദ് ചെയ്യുകയും പിന്നീട് അന്നാണ് അവർ ലിങ്ക് ചെയ്യുന്നത്, അതിനുശേഷം മാത്രമായിരിക്കും അവരുടെ കാർഡ് ആക്റ്റീവ് ആവുക. നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടാവും. അതിന് സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലിപ്പോൾ ഒരു പ്രശ്നമായി വരുന്ന പല ആളുകൾക്കും ഒരു പ്രശ്നമായി വരാൻ സാധ്യതയുള്ളത് വോട്ടർ ID കാർഡിലെ പേരും വയസ്സുമാണ്. പല ആളുടെയും വോട്ടർ ID കാർഡിലെ പേര് ഇനീഷ്യൽ ഇല്ലാത്ത പേരായിരിക്കും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിരിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം അവർ നമ്മുടെ ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ തിരുത്താനുള്ള അപേക്ഷ സമർപ്പിക്കുക. വോട്ടർ ID കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ താലൂക്ക് ഓഫീസിലെത്തുകയും അവിടുന്ന് അത് BLOമാർ കളക്ട് ചെയ്യുകയും അതിനുശേഷം നമ്മൾ പ്രൂഫ് BLOമാർക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അത് അപ്രൂവ് ചെയ്യുകയും അതിനുശേഷം താലൂക്കിൽ ഒന്നുകൂടി അപ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ലഭിക്കും. പിന്നീട് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കാർഡ് രൂപത്തിലാക്കുകയോ എല്ലാം ചെയ്യാം. അതിനുശേഷമാണ് നമുക്ക് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുന്ന വോട്ടർ ID കാർഡുള്ള മുഴുവൻ ആളുകളും നിർബന്ധമായിട്ടും നമ്മുടെ വോട്ടർ ID കാർഡ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിലെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള അപേക്ഷ കൂടി സമർപ്പിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ആധാർ കാർഡിലെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് വോട്ടർ ID കാർഡ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ എല്ലാം റെഡിയാണെങ്കിൽ നിങ്ങൾ BLOയുമായി ബന്ധപ്പെടുക. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അവരും നിങ്ങളെ സഹായിക്കുന്നതാണ്. അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുമില്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഏതായാലും ഇതിൻ്റെ ഒരു അവസാന ദിവസം ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ലെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ അത് സൈറ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നതുമുണ്ട്. ഒരുപക്ഷെ പിന്നീട് അത് കൂടുതൽ ആളുകൾ ചെയ്യുന്ന സമയത്ത് സൈറ്റിൽ പ്രോബ്ലം വരികയും അപ്രൂവൽ ആകാൻ ബുദ്ധിമുട്ടാവുകയും എല്ലാം ചെയ്യാറുണ്ട്. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.